ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഹാൻഡ് വർക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഷേപ്പ് ആക്കിയിട്ടില്ല, ഒരു സൈഡ് ഷേപ്പ് ആക്കിയതിന് ശേഷം ആണ് റിങ്ങിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരി സ്റ്റാൻഡുമ്മ വലിയ റിങ് ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ നെക്കിൽ കിട്ടുന്ന രീതിക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തി എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മേക്ക് ഓവറൊക്കെ കൊടുക്കണമെങ്കിൽ ഇതേപോലെ നമ്മുടെ റിങ് ഉണ്ടല്ലോ, എംബ്രോയ്ഡറിയുടെ ആ ഒരു റിങ്ങോ അല്ലെങ്കിൽ ആരിയുടെ റിങ്ങൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ നെക്കിൻ്റെ പോർഷൻ നമുക്ക് കിട്ടുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ ആരി നീഡിലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, സാധാ ഒരു സൂചിയും നൂലും യൂസ് ചെയ്ത് നമ്മുടെ ആ സെയിം കളർ ത്രെഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ഒരു ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കട്ട് ബീഡും അതുപോലെ ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ കളറുമായിട്ട് മാച്ചിങ് ആവുന്ന രീതിയിലുള്ള മൾട്ടി കളറിൽ വരുന്ന ടൈപ്പ് ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് വിഡ്ത്തിൽ വരുന്ന രീതിക്ക് വന്നിട്ട് നമ്മുടെ സെൻറ്റർ പോർഷനിലേക്ക് എത്തുമ്പോൾ ഒരു 1.5 ഇഞ്ച് കുറച്ച് വീതി ഇങ്ങനെ കൂടി വരുന്ന ടൈപ്പിൽ, ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് മുൻപേ, അതായത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ മെറ്റീരിയലിൽ ഫിക്സ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. അതല്ല ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കുർത്തീസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേക്ക് ഓവറൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ എങ്ങനെയാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സൂചി നൂലും യൂസ് ചെയ്തിട്ട് ഓരോ ബീഡ്സിനെ, ഓരോ ക്യൂബ് ബീഡ്സിനെ ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് കൊടുക്കുക ചെയ്യുന്ന, ഒരു ഓർഡർ ഒന്നുമില്ല, റാൻഡമായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കോർത്ത് പോവാം. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനപ്പോൾ ആരി ഒന്നും അറിയണമെന്നൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ആദ്യമായിട്ട് ഒരാൾ ചെയ്ത് നോക്കുകയാണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, റാൻഡമായിട്ട് കോർത്ത് പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു പകുതി പോർഷൻ ചെയ്തിട്ട് പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ചെയ്തതിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പിട്ടാണല്ലോ റാൻഡമായിട്ട് വെക്കുമ്പോൾ ഗ്യാപ്പിട്ടാണ് വരുന്നത്. ഇത് ഒരു രീതിക്കൊന്നല്ല, ഒരു ഡിസൈനിലൊന്നല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് ഷുഗർ ബീഡ്സിനെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതിന് ശേഷം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു ഹാഫ് പോർഷൻ ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു ഇതുപോലെ ബീഡ്സ് വെച്ചിട്ട്. അതിനുശേഷം കുഞ്ഞ് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ, ഫൈനൽ ലുക്ക് വരുമ്പോൾ നല്ല രസമാണ്. കാരണം ഈ ഒരു ഷെയ്ഡും ആ ബീഡ്സിൻ്റെ ഷെയ്ഡുമായിട്ട് നല്ല മാച്ചിങ് ആണ്. നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണെങ്കിലും ഇത് ഇട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹെവി ആയിട്ടൊരു വർക്ക് നമ്മുടെ നെക്കിൽ വന്നൊരു ഫീൽ കിട്ടും. ഇപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു ഷുഗർ ബീഡ്. ഇനി അതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൂടുതലായിട്ടും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും അതുപോലെ എംബ്രോയ്ഡറി ആരി വർക്കൊക്കെയാണ്. അപ്പോൾ എംബ്രോയ്ഡറി ആരിയൊക്കെ ചെയ്തിട്ട് കുറച്ചായി, ഇപ്പോൾ നമ്മൾ കൂടുതലും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത്. ദെൻ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലിപ്പോൾ നൂല് കഴിഞ്ഞപ്പോൾ ഞാനത് കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കെട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ലൈനിങ് തുണിയില്ലേ, അതുമ്മ മാത്രം കോർത്തെടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ബാക്കിൽ ത്രെഡ് ഉണ്ടാവുമല്ലോ, ആ ത്രെഡുമ്മയ്ക്ക് കോർത്തിട്ടും കെട്ടിട്ട് കൊടുക്കാം. നമ്മുടെ മെയിൻ ഫാബ്രിക്കുമ്മയ്ക്ക് ത്രെഡ് വരാത്ത രീതിയിൽ നോക്കിയിട്ട് കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതങ്ങനെ പെട്ടെന്ന് ലൂസായി പോവുക അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കുറച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഓരോ ബീഡും കോർക്കുന്ന സമയത്ത് ടൈറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഊരിപ്പോവുക പൊട്ടിപ്പോവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ആ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യുന്ന സമയത്തൊന്ന് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുക. അതുപോലെ നമ്മൾ ഓരോ ബീഡിനെ കോർക്കുമ്പോഴും ഒന്ന് ടൈറ്റ് ചെയ്ത് പോയാൽ മതി കേട്ടോ. പിന്നെ ഇതിൽ ചില ബീഡ് നമ്മുടെ നീഡിൽമ കൂടെ കയറിപ്പോവും, ചിലത് കയറില്ല, ചിലത് ഭയങ്കര ഒരു കട്ടി പോലെയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മളിത് ഊരിയെടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് ഹാഫ് പോർഷൻ നമ്മൾ ആദ്യം ചെയ്തില്ലേ, അതിൻ്റെ ബാക്കിയുള്ള പോർഷനിലും കട്ട് ബീഡ്സ് വെച്ചതിന് ശേഷം ചെറിയ ഷുഗർ ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് ടൈം എടുക്കും, കാരണം നമുക്ക് പെട്ടെന്ന് ഇതാവില്ല. ഓരോ ബീഡ്സ് നമ്മൾ കോർത്ത് ചെയ്യുമ്പോൾ
അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് ടൈം എടുത്താലും ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. സംഭവം എളുപ്പമാണ്, പക്ഷേ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയ സമയത്ത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്